അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ തീപിടുത്തമുണ്ടായിട്ട് ഇന്നും അതിൻ്റെതാകുന്ന ബഹിർസ്ഫുരണങ്ങളുമായി കഴിയുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്, എത്രയോ ആളുകളുണ്ട്. പരിപൂർണമായി കത്തി നശിച്ചു പോയില്ല ഏക്കർ കണക്കിന് ഭൂമികൾ, വലിയ വലിയതാകുന്ന മാളിക സൗധങ്ങൾ കെട്ടിപ്പുണർത്തുകൊണ്ട് ജീവിക്കുന്ന കോടിക്കണക്കിന് ഡോളറുകൾ ചെലവഴിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാകുന്ന രമ്യഹർമ്മങ്ങൾ മുഴുവനും കൺമുന്നിൽ വെച്ചുകൊണ്ട് കത്തിയമർന്നു പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന കയ്യിൽ കിട്ടുന്ന വാഹനങ്ങളുമായിട്ട് ഓടുകയാണ്. ഇന്ന് വരെ ലോകത്തുള്ളതാകുന്ന ഫലസ്തീൻ മക്കളെ വരെ അഭയാർത്ഥികളാക്കാൻ വേണ്ടി ഇസ്രായേലിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതാകുന്ന രാജ്യത്തിൻ്റെതാകുന്ന പണച്ചാക്കുകൾ മുഴുവനും അഭയാർത്ഥി ക്യാമ്പുകൾ പോയി ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കൈനീട്ടി യാചിക്കുന്ന രംഗം ഈ സമുദായത്തിന്റെ മക്കൾ എന്തുകൊണ്ട് പാഠം ഉൾക്കൊള്ളുന്നില്ല? പണത്തിന്റെ പളവൽപ്പിൽ വിരാജിച്ച് വിദേഹത്തിന്റെ ആളുകളൊപ്പം ചേർന്ന് അള്ളാഹുവിന്റെ ഔലിയാക്കളെയും അമ്പിയാക്കളെയും മഹാന്മാരെയും ഉലമാക്കളെയും ചീത്ത വിളിക്കുകയും അവരെ തമ്മിലടിപ്പിക്കാനും ഉലമാക്കൾക്കെതിരിൽ തമ്മിലടിപ്പിക്കാനും മഹല്ലത്തുകൾ ഭിന്നത ഉണ്ടാക്കുവാനും പരിശ്രമിക്കുന്ന പണത്തിൻ്റെതാകുന്ന ഹുങ്കിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളോട് സ്നേഹത്തിന് എനിക്ക് പറയാനുള്ളത്, അമേരിക്കയിൽ ലോസ് ആഞ്ചലസിൽ നടന്നിട്ടുള്ള തീപിടുത്തം നിങ്ങൾക്ക് ഏറ്റവും വലിയതാകുന്ന ദൃഷ്ടാന്തമാണ്. വലിയ വലിയ പണക്കാർ മാത്രം വസിക്കുന്ന ഏരിയ, പണച്ചാക്കുകൾ മാത്രമുള്ള ഏരിയ, അത് പരിപൂർണമായി കത്തി നശിക്കുകയാണ്. ആലോചിച്ച് നോക്കലേ, തീ അങ്ങോട്ട് പടർന്നിട്ടത് ആളി കത്തിയിട്ടത് അണയ്ക്കാൻ വേണ്ടി അവരുടെയുള്ള എല്ലാ പരിശ്രമം, ലോക പോലീസ് ചെയ്യുന്ന വ്യക്തികൾ എല്ലാ പരിശ്രമങ്ങളും നിഷ്ഫലമായി പോവാണ്. ആലോചിച്ച് നോക്കുക. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ. പരിപൂർണമായ കാവൽ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഈ വലിയ ദൃഷ്ടാന്തങ്ങളൊക്കെ കണ്ടിട്ട് പോലും തിന്മയിലേക്ക് പോകുന്ന വ്യക്തികളായി മാറരുത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറയുകയാണ്, നിങ്ങളിലുള്ളതാകുന്ന നന്മകൾ ഉപദേശിക്കാത്ത ഒരു കാലഘട്ടം കടന്നു വരുമേ, തിന്മയെ തൊട്ട് തടയുന്നതാകുന്ന ഒരാൾ പോലും ഇല്ലാത്തതാകുന്ന അവസ്ഥയിലേക്ക് ലോകം എത്തിപ്പെടുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകർ പറയുമ്പോ സഹാബത്ത് അത്ഭുതത്തോടുകൂടി നബി തങ്ങളോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ അവ കായിനു ദാലിക യാ ഹബീബല്ലാഹ്, നിങ്ങൾ ഈ പറയുന്ന ഒരവസ്ഥ ഈ ലോകത്തുണ്ടാകുമോ ഹബീബേ? നന്മ കൊണ്ട് ജനങ്ങളോട് കൽപ്പിക്കാത്ത, തിന്മ കൊണ്ട് ജനങ്ങളെ തടയാത്ത, തിന്മയിൽ നിന്ന് പരിപൂർണമായ ജനങ്ങളെ തടയാത്തതാകുന്ന ഒരു യുഗം ജനങ്ങളിൽ ഉണ്ടാകുമോ ഹബീബേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബ വല്ലദീ നഫ്സി ബിയദിഹി വഅശദ്ദു മിൻഹു സയകൂൻ, എൻ്റെ ആത്മാവ് ഏതൊരു തമ്പുരാന്റെ കൈകളിലാണോ, അല്ലാഹുവിനെ തന്നെ സത്യം ചെയ്തുകൊണ്ട് പറയട്ടെ, ഇതിനേക്കാൾ മോശമാകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അവസാന കാലഘട്ടം എത്തിപ്പെടുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. സഹാബത്ത് ചോദിക്കുകയാണ്, വമാ അശദ്ദു മിൻഹു യാ ഹബീബല്ലാഹ്, ഇതിനേക്കാൾ മോശപ്പെട്ട ഒരു അവസ്ഥാവിശേഷം ഏതാണ് ഹബീബേ, ഏതാണ് ഹബീബേ? ആദരവായ പ്രവാചകൻ പറയുകയാണ്, സഹാബ കൈഫ അൻതും ഇദാ റഅയ്തുമുൽ മഅറൂഫ മുൻകറാ വൽ മുൻകറ മഅറൂഫാ. ഇനി ഒരു കാലഘട്ടം കടന്നു വരും സഹാബ, അന്ന് തിന്മയെ ജനങ്ങൾ നന്മയായി കാണുകയാണ്. കള്ളു കുടിക്കുന്നത് നല്ലതാണ്, വ്യഭിചരിക്കുന്നത് നല്ലതാണ്, സിനിമ കാണൽ നല്ലതാണ്, സീരിയൽ ദർശിക്കൽ നല്ലതാണ്, ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ കണ്ണു നട്ടിരിക്കൽ നല്ലതാണ്, അശ്ലീല ലോകത്തേക്ക് കണ്ണു നട്ടൽ നല്ലതാണ്. ആ ഒരവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തിപ്പെടും സഹാബ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, എല്ലാ തിന്മകളെയും നന്മയായി കാണും, എല്ലാ നന്മകളെയും തിന്മയായി കാണും. ആ ഒരു രീതിയിലേക്ക് ലോകം എത്തിപ്പെടുമേ സഹാബ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ 1400 വർഷം മുമ്പ് പറഞ്ഞ ഈ ഹദീസ് ഇന്ന് ഈ കാലഘട്ടത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് എത്ര ശരിയാണ്, ശരിയാണ്. പണക്കാരായ ആളുകൾ സിനിമ പിടിക്കാൻ നടക്കുകയാണ്, അവരതാ സിനിമാ നടിമാരുടെ നടന്മാരുടെ പിറകെ ഓടുകയാണ്. അവരുടെ കടകൾ ഉദ്ഘാടിക്കാൻ, വീടിന്റെ ഉദ്ഘാടന വേദിയിൽ ഒരു സിനിമാ നടൻ വന്നാൽ അതിനേക്കാൾ വലിയ സന്തോഷം ഹാജിയാർക്കില്ല. 10 ഹജ്ജ് ചെയ്ത വ്യക്തിയാണ്, 40 ഉംറ ചെയ്ത വ്യക്തിയാണ്, പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ഇതാ കടന്നു വരുകയാണ്. റമദാൻ മാസത്തിൽ അവൻ നാട്ടിലുള്ള പട്ടിണി പാവങ്ങൾക്ക് നോമ്പ് മുറിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ പള്ളിയിലേക്ക് ഒരു അന്യമതത്തിൽപ്പെട്ടതാകുന്ന ഒരു സിനിമാ നടൻ കടന്നു വന്നാൽ അയാൾ നോമ്പ് പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വലിയ താല്പര്യത്തോടുകൂടി അദ്ദേഹത്തിന്റെ മുന്നിൽ കഞ്ഞിയുടെ കോപ്പയുമായി വന്നുകൊണ്ട് നിൽക്കുന്ന എത്രയോ മുസ്ലിം നാമധാരികളുണ്ട്. തൊട്ടടുത്തുകൊണ്ട് രാവിലെ മുതൽ നോമ്പ് നോറ്റ് തലേ ദിവസം ഇഅ്തികാഫിന് നിയ്യത്ത് വെച്ച് തറാവീഹ് പരിപൂർണമായി നിസ്കരിച്ച് അത്താഴ സമയത്ത് കേവലം ഒരു കാരയ്ക്ക് കൊണ്ട് അത്താഴം കഴിച്ച് നിയ്യത്ത് വെച്ച് നോമ്പ് പിടിച്ചിട്ടുള്ള പാവപ്പെട്ട എത്രയോ പട്ടിണി പാവങ്ങൾ കുമ്പോൾ ദേശത്തുണ്ട്, കാസർഗോഡ് ജില്ലയിലുണ്ട്. അവർക്കൊരു കഞ്ഞിയുടെ കോപ്പ എടുത്തു കൊടുക്കാൻ, അവർക്കൊരു അത്തിപ്പഴം കൊടുക്കാൻ, അവർക്കൊരു ഈത്തപ്പഴം കൊടുത്തുകൊണ്ട് നോമ്പ് തുറപ്പിക്കാൻ നിനക്ക് താല്പര്യമില്ല, താല്പര്യമില്ല. മതസൗഹാർദ്ദത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് മെഴുകുന്നതായ ചില ആളുകൾ ഈ സമുദായത്തിലുണ്ട്. അല്ലാഹുവേ, ഈമാൻ പരിപൂർണമാക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ കച്ചവടം ചെയ്ത് കിട്ടുന്ന പണം മുഴുവനും അന്യമതത്തിൽപ്പെട്ടവരും മുസ്ലിം സമുദായത്തിൽപ്പെട്ട അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാത്തതാകുന്ന കള്ളുകുടിയന്മാർക്കും ലഹരി നുണയുന്നവർക്കും കഞ്ചാവ് അടിക്കുന്നവരുടെ കാൽ കീഴിൽ കൊണ്ടുപോയി പണയപ്പെടുത്തുന്നതായ സമുദായമില്ലേ? ആഖിറം നഷ്ടമാണ്, നഷ്ടമാ. അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്, ഒരു കാലഘട്ടം നിങ്ങളിലേക്ക് കടന്നു വരും സഹാബ, അസ്സാബിറു ഫീഹിം അലാ ദീനിഹി, ആ സമയത്ത് ദീൻ അനുസരിച്ചുകൊണ്ട് പരിപൂർണമായി ശ്രമിച്ച് സഹിച്ച് നിലകൊള്ളുക എന്ന് പറയുന്നത് കൽ ഖാബിലി അലൽ ജംരി, തീക്കനൽ കയ്യിൽ വെക്കുന്നവനെ പോലെയാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ.
കയ്യിലേക്ക് ഒരു തീയുടെ കഷ്ണം കൊണ്ടുവന്ന് പിടിച്ചു നിർത്താൻ എത്ര പേർക്ക് സാധിക്കും? എത്രയും പെട്ടെന്ന് അത് കുടഞ്ഞിട്ടുകൊണ്ട് ഓടുകയില്ലേ? അത് കയ്യിൽ പിടിക്കാൻ തയ്യാറാകുന്നവനെ പോലെയാണ് അവസാന കാലഘട്ടം കടന്നു വരുമ്പോൾ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് വല്ലാത്ത ക്ഷമയുള്ളവനെ കൊണ്ട് സാധിക്കുകയുള്ളൂ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. പണത്തിന്റെ പളപള പളിയിക്കാൻ വീട് ഉദ്ഘാടിക്കുമ്പോൾ ആരെ കൊണ്ടുവരുന്നു? നടനെ കൊണ്ടുവരും. ഇന്നത്തെ തലമുറ മുമ്പൊന്നും ഈ കാസർഗോഡൊന്നും ഇങ്ങനത്തേതാകുന്ന നീചവൃത്തികളൊന്നുമില്ല. പാട്ടും കൂത്തും കൊണ്ടുവരാൻ, സിനിമാറ്റിക് ഡാൻസ് കൊണ്ടുവരാൻ, 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന കലാപരിപാടികൾ. എന്താ പരിപാടി? ആചാര്യ ഉൾപ്പെടെ ബ്രേക്ക് ഡാൻസ്, ഭയങ്കര തുള്ളല ആചാര്യ. എന്നിട്ടോ 2 ദിവസം കഴിയുമ്പോഴത്തേക്കും പള്ളിയിൽ ഒറ്റ അടി കൊടുക്കണം ഹയവാൻ. ഇവനെന്തിനാ പള്ളിക്കകത്ത്? തൊട്ടുമുമ്പ് 2 ദിവസം മുമ്പ് ഇതായിരുന്നു പരിപാടി. ഇതാണ് നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥ. പണമുള്ളവനെ എവിടെയും കയറ്റി സ്ഥാപിക്കാൻ, ദീനനുസരിച്ച് ജീവിക്കാത്തവൻ പണിക്ക് പുറത്ത് ഹല്ലി വല്ലി ഒഴിവാക്കവനെ. അവനെ പള്ളിയുടെ സ്ഥാനവും വേണ്ട, പള്ളിമേടം വേണ്ട, ഒഴിവാക്കി കൂടവനെ. 2 ദിവസം കഴിയുമ്പോൾ അവന്റെ പണം കാണുമ്പോഴത്തേക്കും ബാക്കിയുള്ളവരൊക്കെ എല്ലാവരും കൈകൂപ്പി നിന്ന് യാചിച്ചിട്ട്, ഓ മദ്രസ പണിത് തന്നല്ലോ, ആചാര്യ മുഖേന പള്ളിക്ക് മെഹ്റാബ് എന്നതാണ്, ആചാര്യ പള്ളിയുടെ ഫ്രണ്ട് ഭാഗം മുഴുവൻ ചെയ്തതാണെന്ന് പറഞ്ഞ് അയാളെ പിടിച്ചിട്ട് എല്ലാ സാധനങ്ങളും കൊടുക്കുക. 2 ദിവസം കഴിയുമ്പോൾ മൂപ്പര മകളുടെ കല്യാണത്തിന് കേരളത്തിൽ ഏറ്റവും വലിയ നടനെ കൊണ്ടുവരാൻ. അവിടെ ആലിമീങ്ങൾക്ക്, സാദാത്യങ്ങൾക്കും, മുത്താലിമീങ്ങൾക്കും ഒന്നും വിലയില്ല, പുല്ലുവില. ആലോചിച്ച് നോക്ക്, 5-6 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി. പണമുള്ളവൻ പേകൂത്തുകൾക്കിന്നടിമയാ, കല്യാണം അത് നടമാടുവാനൊരു വേദിയാ. ഉസ്താദിന്റെ വരികളാണ്. പണമുള്ളവൻ പേകൂത്തുകൾക്കിന്നടിമയാ, കല്യാണം അത് നടമാടുവാനൊരു വേദിയാ. സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ, വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ. ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട്, നെയ്ച്ചോറിനാഗ്രഹമുള്ളവർ വടക്കോട്ട്, വെറും ചോറും കറിയും പ്രഥമനും കിഴക്കോട്ട്, പോകേണ്ടതാണേ കൈ കഴുകുവാൻ താഴോട്ട്. ആർക്കെവിടെയും കടക്കാം, നോക്കാം, രസിക്കാം, സ്ത്രീകൾക്ക് സ്വർഗം തന്നെയായി കണക്കാക്കാം. പൈസ ഇങ്ങോട്ട് കൂടിയതാണ് ഈ സമുദായത്തിൽ ഏറ്റവും വലിയ നാശം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അവിടെയാണ് ഒരു അഹങ്കാരിയായത്. മുമ്പ് പൈസ ഇല്ല, കയ്യിൽ 5 പൈസ ഇല്ലാത്തപ്പോ കൃത്യമായി പള്ളിക്കകത്ത് എഴുത്തിക്കാഫിന് നിയ്യത്ത് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഹദീബ് ഹുസൈനെ ഒന്ന് കാണും. സാധേ സാരക്കണം, എന്തെങ്കിലും നിൽക്കറുണ്ടോ? ഈ രാഹുലേക്ക് റാഹത്തായിരിക്കും. ആചാര്യ പിന്നെ രാഹുലേക്ക് ചെല്ലി കാശായി കഴിഞ്ഞപ്പോൾ പിന്നെ പള്ളിയില്ല, മെഹ്റാബും ഇല്ല. ആചാര്യ പള്ളിയിൽ ഒരു പാവപ്പെട്ട മിസ്കിനുണ്ട്, വീട് വെച്ച് കൊടുക്കണേ. അതിന് വേറെ ആൾക്കാരുണ്ടല്ലോ, ഞാൻ അവിടെ കൊടുത്തുപോയി, ഞാൻ അവിടെ വീട് വെച്ച് കൊടുത്തു. എവിടെ? അമേരിക്ക. ആയിക്കോട്ടെ. ആചാര്യ ഒരു പാവപ്പെട്ട സാധുണ്ട്, പെൺകുട്ടി വിവാഹം ചെയ്ത് കൊടുക്കണേ. ഞാൻ കർണാടക കൊടുത്തു. ഈ പറച്ചിലല്ലാതെ എവിടെയും കൊടുക്കുന്നൊന്നുമില്ല ആചാര്യ. അമ്മ ഈ പറച്ചിൽ മാത്രമല്ല, ആരെങ്കിലും എന്തെങ്കിലും പിരിവ് തന്നു കഴിഞ്ഞാൽ ഇത് തന്നെ പറച്ചിൽ. നിങ്ങൾ 2 ദിവസം മുമ്പ് വന്നിരുന്നേ തരായിരുന്നു. ചിലർ അങ്ങനെ കൂടെ പറയുന്നു. ഇപ്പം കൂടെ കൊടുത്തോളൂ. ആളുള്ള ഹയവാൻ എവിടെ കൊടുക്കാം? ഒരു മനുഷ്യനെ സഹായിച്ചിട്ടില്ലെങ്കിൽ ഇത് തന്നെ പരിപാടി. പൈസ കൂടി കഴിയുമ്പോൾ പിന്നെ അങ്ങനെ തന്നെ, പിന്നെ ദീനിന് കൊടുക്കാൻ ഒട്ടും താല്പര്യമില്ല. പള്ളിക്കും മദ്രസയ്ക്ക് കൊടുക്കാനേ താല്പര്യമില്ലാത്തുള്ളൂ. നേരത്തെ സൂചിപ്പിച്ച പോലെ കടകൾ കാണിക്കാൻ സുബൈക്ക് മുമ്പ് കൊണ്ടുവന്നതാകുന്ന ഹാജിയാർക്കും സയ്യിദിനും 10 നോട്ട് എടുത്തിട്ട് റൗണ്ട് ചെയ്തിട്ട് കയ്യിൽ പിടിപ്പിക്കും 100 രൂപ. 10 മണിക്ക് വരുന്നതാകുന്ന പെണ്ണുകൊണ്ട് കൊടുക്കുകയാണ്. സിനിമാ നടക്കുന്ന നടിക്ക് കൊടുക്കുന്നു 40-50 ലക്ഷം രൂപ. ഹാജിയാർക്ക് കാശില്ലാണ്ടാണോ? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഈ അടുത്ത് മുമ്പൊന്നും ഇങ്ങനെ ഇല്ല. കാസർഗോഡ് ജില്ലയിൽ ഇത്രയും ആഭാസമൊന്നും ഇല്ല. ഇപ്പൊ തെമ്മാടിത്തരങ്ങൾ കൂടി വരാൻ പറയുന്നുണ്ട്. എന്നോട് ഒന്നും തോന്നരുത്, പരസ്യമായിട്ടൊക്കെ പറയാം. ഇപ്പൊ ഇച്ചിരി കൂടിയിട്ടുണ്ട് സോക്കേട്. പൈസ കൂടി കഴിഞ്ഞപ്പോൾ അഹങ്കാരം. അപ്പൊ ഒരു 3-5 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ. എന്നിട്ടോ ഉള്ള നടന്മാരെയും നടിമാരെയും പാർട്ടിക്കാരെയും സിനിമാക്കാരെയും എല്ലാം കൊണ്ടുവന്ന് ആർത്തട്ടഹസിച്ച് ഉല്ലസിക്കുക. അവർക്ക് വേണ്ടുന്ന എല്ലാം കൊടുക്കാൻ അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കണം. എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ. എവിടേക്കാണ് നമ്മുടെ പണക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ? ഒരു പണക്കാരൻ അദ്ദേഹത്തിന്റെ വാക്കിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ശിക്ഷ കണ്ടില്ലേ? അദ്ദേഹം ഡിസംബർ 31 വയനാട്ടിലെ 1000 ഏക്കർ സ്ഥലത്തേക്ക് ക്ഷണിച്ചതിന്റെ ശൈലി തന്നെ നിങ്ങൾ കേട്ടതല്ലേ? നിങ്ങളെല്ലാവരും വന്നോളി. വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കുടിക്കാനുള്ള കള്ളി എന്റെ കൈവശമുണ്ട്, കളിക്കാനുള്ള സാധനമായിട്ട് നിങ്ങൾ വരണമെന്ന്. ആ പറഞ്ഞ ആൾ അവസാനം എന്തായി? കളി പഠിപ്പിച്ച് പോലീസ് ഇല്ല. അവിടെ നിന്ന് ഇറങ്ങി. എങ്കിലും ഞാൻ പറയും, ആലോചിച്ച് നോക്ക്. ഇതാണ് ഈ സമുദായത്തിന് പണക്കാർ കൊടുക്കേണ്ട സന്ദേശം. ഇതാണോ? ആലോചിച്ച് നോക്ക്. അള്ളാഹു നമ്മളെ കാക്കുമാർ. അഹങ്കാരമാണ്. സമ്പത്ത് കൂടി വരുമ്പോൾ അത് യഥാർത്ഥ പ്രയോഗമുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആളുകൾ ഇതൊക്കെ അഭിനമിക്കുകയും സന്തോഷിക്കുകയും ഇന്നും അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഈ സമുദായത്തിന്റെ മക്കളിൽപ്പെട്ടവർ വരെയുണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അദ്ദേഹം പറയാണ്, ഡിസംബർ 31 ഈ രാവിലെ നിങ്ങൾ കടിച്ചു വിളിക്കാൻ എന്റെ 1000 ഏക്കർ സ്ഥലത്തേക്ക് വയനാട്ടിലേക്ക് വരും. ഏതായി വയനാട്? അതേ വർഷത്തിൽ തന്നെ 600ഓളം കുടുംബങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ടിട്ട് ചൂരൽമലയിലും മേപ്പാടിയിലുമുള്ള പാവപ്പെട്ടതാകുന്ന മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും അടക്കം അഭയാർത്ഥികളായിട്ട് ഇപ്പോഴും കഴിയുന്നതാകുന്ന വയനാടിന്റെ മണ്ണിലേക്ക് തൊട്ടടുത്തുള്ളതാകുന്ന 1000 ഏക്കർ വരുന്നതാകുന്ന തന്റെ സ്വന്തം സ്ഥലത്തേക്ക് നിങ്ങൾ വരൂ. നിങ്ങൾക്കുള്ളതാകുന്ന കുടിക്കാനുള്ള കള്ള് ഞാൻ തരാം, പിടിക്കാനും കളിക്കാനുമുള്ള പെണ്ണുമായിട്ട് നിങ്ങൾ വരണമെന്ന് പരസ്യമായിട്ട് വിളിച്ചു പറയാൻ അതേ കൊല്ലത്തിൽ. അല്ലാഹുവിനെ പിടിക്കാതിരിക്കും. എവിടെ എത്തി നിങ്ങൾ? ചൂരൽമലയും മേപ്പാടിയും പോയിട്ടുണ്ടോ? ഞാൻ പോയതാണ് അവിടെ. ആ സ്ഥലം പോയി നേരിട്ട് കണ്ടതാണ്. അള്ളാഹു ആ മക്കളുടെ അവിടെ വീട് നഷ്ടപ്പെട്ടവർക്ക് ഹൈറായ വീട് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എത്ര വലിയ പ്രയാസം. പോകുന്ന വഴിക്കാണ് ഈ പറയുന്നതാകുന്ന 1000 ഏക്കർ ഭൂമി, അഥവാ തൊട്ടടുത്ത പ്രദേശ. എന്നിട്ട് അവിടെ നിന്നിട്ട് വിളിക്കാൻ ഈ ദുരന്തമൊക്കെ കണ്ടിട്ട് ആ പാവങ്ങളുടേതാകുന്ന അവസ്ഥയൊക്കെ കണ്ടിട്ട് പറയാ, നിങ്ങൾ വന്നോളിന്ന്.
നമുക്ക് അടിച്ചു പൊളിക്കാം. അതേ വർഷം തന്നെ വിളിക്കാം, 2024 തന്നെ വിളിക്കാം. യാ അല്ലാഹ് 2-3 ദിവസമായില്ലേ, എന്നാൽ പോരട്ടെ, നിങ്ങളെല്ലാവരും പോകുന്നു, അങ്ങോട്ട് പോകുന്നു, നമുക്ക് ഇവിടെ റാഹത്തായിട്ട് കള്ളു കുടിക്കും, അങ്ങ് പിടിക്കാനുള്ള സാധനമായിട്ട് നിങ്ങൾ വന്നേക്കണം. ആലോചിച്ചോ, ഇതൊക്കെയാണ് മനുഷ്യന്റെ അവസ്ഥ. ഏത് പണക്കാരനും ഏത് ധനികനും പടച്ചറപ്പിന്റെ മുന്നിൽ വരവൻ ശിശുവാൻ, നിസ്സാരക്കാരനാണ്. മനസ്സിലായിക്കോ, അള്ളാഹു പിടുത്തം പിടിക്കും. നിങ്ങൾ വലിയ പണക്കാരനാണ്, നിങ്ങൾ ആരും തൊടുവിലായെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഖത്തറിലും ബഹ്റൈനിലും യുഎഇയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ രമ്യഹർമ്മങ്ങൾ ഇതൊക്കെ സെക്കൻഡ് കൊണ്ട് പൊളിച്ചു കളയാൻ അള്ളാഹുവിനെ കഴിവുള്ളവനാണ്. സെക്കൻഡ് കൊണ്ട് തകർക്കും. ഇതിനേക്കാൾ വലിയ കാശുകാരോട് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളെ തകർക്കാൻ ആരും ഇല്ല എന്നാരും കരുതേണ്ടതില്ല. ഇതൊക്കെ സെക്കൻഡ് കൊണ്ടില്ലാതാവും. അങ്ങനെ കരുതിയിരുന്നു ആദ് സമൂദ് ഗോത്രക്കാർ. ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ലോകരെ ഓർമ്മിപ്പിക്കുകയാണ്. കളിച്ചും രസിച്ചും രമിച്ചും ഈ ദുനിയാവിൽ പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് ജീവിക്കുന്നതായ ധനികരെ, പണക്കാരായ വ്യക്തികളെ, അവരുടെ പ്രിയപ്പെട്ട കുടുംബങ്ങളെ, അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്നതായ സമൂഹമേ, ദീനില്ലാത്ത നിലയിൽ നമസ്കാരമില്ലാത്ത, നോമ്പില്ലാത്ത, സകാത്തില്ലാത്ത, ഹജ്ജും ഉംറയും ഇല്ലാത്ത, ലഹരി നുണഞ്ഞതാകുന്ന നിങ്ങളുടെ ജീവിതമുണ്ടല്ലോ, ഈ ദുനിയാവ് വാരിപ്പുണരുന്ന ഓട്ടമുണ്ടല്ലോ, ഈ സിനിമയുടെ മേഖലയോടുള്ള താല്പര്യമുണ്ടല്ലോ, റീൽസുകൾ ചെയ്യാനുള്ള നിങ്ങളുടെ താല്പര്യമില്ലേ, ഈ പണത്തിന്റെ പളവളപ്പുകളില്ലേ, ഇതൊക്കെ സെക്കൻഡുകളിൽ എടുത്തു കളയാൻ കഴിവുള്ളവരാണ് അല്ലാഹു. അല്ലാഹ് പറയുകയാണ്, ഓതുകയാണ്, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. യാദ് ഗോത്രക്കാരെ ഏത് രീതിയിലാണ് പടച്ച റബ്ബ് അവരെ നശിപ്പിച്ചത് എന്ന് അറിയില്ലയോ? إرم ذات العماد التي لم يخلق مثلها في البلاد. ഇന്ന് വരെ ലോകത്ത് അത്തരത്തിലുള്ള ഒരു മനുഷ്യന്മാരെ അല്ലാഹു പടച്ചിട്ടില്ല. അത്രമാത്രം ആരോഗ്യ ദൃഢഗാത്രരാണ്, ഒരു തെങ്ങിനോളം പൊക്കമുള്ളതായ മനുഷ്യരാണ്, ആരോഗ്യമുള്ളതായ വ്യക്തികളാണ്. وثمود الذين جابوا الصخر بالواد. വലിയ വലിയ മലകളിൽ തുരങ്കമുണ്ടാക്കിയിട്ട് അതിന്റെ മണ്ണുകൾ നീക്കി അതിനുള്ളിൽ ഉറങ്ങിക്കഴിഞ്ഞിരുന്നതായ സമുദായ സമൂഹ ഗോത്രമല്ലയോ? അല്ലാഹുവിനെ അനുസരിക്കാതെ പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് ജീവിച്ചതാകുന്ന ആ സമുദായത്തെ അല്ലാഹു ശിക്ഷിച്ചത് അങ്ങനെയാണ്. നഊദു ബില്ലാഹ്. അതിശക്തമായ കാറ്റിനെ അല്ലാഹു പറഞ്ഞേക്കുകയാണ്. സബഅ ലയാലിൻ വസമാനിയത അയ്യാം ഹുസൂമൻ ഫതറൽ ഖൗമ ഫിഹാ സറആ. രാവും പകലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിശക്തമാകുന്ന കാറ്റ് അല്ലാഹു നൽകുകയാ. സബഅ ലയാലിൻ 7 രാത്രികൾ തുടരെ അല്ലാഹു നൽകുകയാണ്. കത്രീന കാറ്റ് പോലെ ഒരു സാദാ സീത കൊടുങ്കാറ്റായി പടച്ച റബ്ബിന്റെ ശിക്ഷയുടെ കാറ്റിനെ കാണരുതേ. ഖുർആനിൽ അടയാളപ്പെടുത്തണമെങ്കിൽ അത്രയേറെ ഭീകരമാണ്. കേവലം ഒരു കാറ്റടിച്ചിട്ട് ഒരു കാർ പറത്തിക്കൊണ്ടു പോകുന്നതായി നീ കണ്ടാൽ പോലും അത് ഖുർആനിൻ്റെതാകുന്ന ഭീകരതയായി കണക്കാക്കരുതേ. ഇതൊക്കെ നിസ്സാരമാണെന്ന് കരുതി നീ തള്ളരുതേ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പഠിപ്പിക്കുകയാണ്. സബഅ ലയാലിൻ 7 രാത്രികളും വസമാനിയത അയ്യാം 8 പകലുകളുമായി നിരന്തരമായി അതിശക്തമാകുന്ന കാറ്റിനെ അല്ലാഹു നൽകുകയാണ്. ആ കാറ്റ് വന്നുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യരെ, അവരുടെ ഗുഹയുടെ അകത്തളങ്ങളിൽ പാറ തുരന്നിട്ട് അതിനുള്ളിൽ കിടക്കുന്നതാകുന്ന മനുഷ്യരെ കൊണ്ടുവന്ന് അല്ലാഹു പുറത്തെടുക്കുകയാ. ആകാശത്തേക്ക് കൊണ്ടുപോയാണ്, വീണ്ടും താഴേക്ക് കൊണ്ടുവരുകയാണ്, വീണ്ടും അവരുടെ ഗുഹയ്ക്കുള്ളിലേക്ക് ഇടിച്ചു കയറ്റുകയാണ്, വീണ്ടും അതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുകയാണ്, വീണ്ടും മുകളിലേക്ക് അല്ലാഹു കൊണ്ടുപോയാ. സബഅ ലയാലിൻ വസമാനിയത അയ്യാം 7 രാത്രികളും 8 പകലുകളും തുടരുകയാണ്. കഅന്നഹും അഅജാസു നഖറിൻ ഖാവിയ. കടഞ്ഞെടുക്കപ്പെട്ട വൈക്കോല് പോലെ ഒന്നുമില്ലാത്തതാകുന്ന അവസ്ഥയിലേക്ക് അല്ലാഹു വരെ നശിപ്പിച്ച് കളഞ്ഞു കാറ്റ് മുഖേനയെന്ന് വിശുദ്ധമായ ഖുർആൻ. അതിമനോഹരമാകുന്ന രമ്യകർമ്മങ്ങൾ നിർമ്മിച്ച് 3-4 നിലകളുള്ള കെട്ടിടങ്ങൾ പണിത് 4ാം നിലയിലേക്ക് പോകാനുള്ള ലിഫ്റ്റ് പണിതിട്ട് മനോഹരമായ ജീവിതം നയിക്കുന്ന കാസർഗോഡുള്ളതായ മുസ്ലിമത്തെ 30-40-50 കോടി രൂപകൾ ചെലവഴിച്ചുകൊണ്ട് വീട് വെച്ചവർ വരെ ഈ ജില്ലക്കാരായ മുസ്ലിമീങ്ങളില്ലേ? അള്ളാന്റെ ദീനനുസരിക്കാതെയാണ് നിങ്ങളെ പോക്കിയെങ്കിൽ തീർച്ചയായും ആഖിബത്ത് മോശമാണ്. നാട്ടിൽ നിന്ന് വരുന്ന സിനിമാക്കാരെ കൊണ്ടുവന്ന് ദുബായ് മാളിലേക്ക് കൊണ്ടുവന്ന് സിനിമയുടെ പ്രൊമോഷന് വേണ്ടി അവരുമായി ഒന്ന് ചേർന്ന് നിൽക്കാൻ വേണ്ടി ഒരു ഫോട്ടോ
സെഷന് വേണ്ടി ലക്ഷങ്ങൾ അവർക്ക് കൈമടക്ക് കൊടുക്കുന്നവരെ ആഖിറം നഷ്ടമാണ്, നഷ്ടമാണ്. സിനിമ പിടിക്കാൻ, സിനിമാക്കാരുമായിട്ടുള്ള ബന്ധം വെക്കാൻ രാപ്പകൽ അധ്വാനിച്ച് അതിനുവേണ്ടി പണം ചെലവഴിക്കുന്നവരെ, സ്വന്തം മക്കളുടെ കല്യാണത്തിന് അത്തരത്തിലായ ആളുകളെ കൊണ്ടുവന്ന് പാട്ടും കൂത്തുമായിട്ട് വാദ്യമേളങ്ങളോടുകൂടി രാവും പകലും ആടുന്നതായ മുസ്ലിമേ, അവർക്ക് വേണ്ടി കള്ളൊഴിച്ചു കൊടുക്കാനും അവർക്ക് പെണ്ണ് പിടിക്കാനും ഇഷ്ടക്കാരെ കൊണ്ടുവന്ന് കടത്തി കൊടുക്കുന്നതായ മുസ്ലിം ചെറുപ്പക്കാരാ, ആഖിറം നഷ്ടമാണ്, നഷ്ടമാണ്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന വഫിത്നതു ഉമ്മതി അൽമാൽ. എല്ലാ സമുദായത്തിനും നാശമുണ്ട് സഹാബ, എല്ലാ സമുദായത്തിനും നശീകരണമുണ്ട് സഹാബ. എന്റെ സമുദായത്തിന്റെ നാശം അത് സമ്പത്താണ്, സമ്പത്താ. വഫിത്നതു ഉമ്മതി അൽമാൽ. സമ്പത്ത് അധികരിക്കുമ്പോ അവർക്ക് അഹങ്കാരമാണ്, ധിക്കാരമാണ്. അല്ലാഹുവിന്റെ ദീൻ അവർ കൈമോശം വരുവയാ. നിസ്കാരമില്ല, ദിക്റില്ല, ഖുർആൻ ഓതലില്ല. എന്റെ സമുദായത്തിന്റെ നാശം സമ്പത്താണ്, സമ്പത്താണ്.